വാർത്തകളിലേക്ക്. മൂന്നാർ സർക്കാർ കോളേജിനായി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമം തുടർന്നു വരികയാണെന്ന് അഡ്വക്കേറ്റ് എ രാജ MLA പറഞ്ഞു. കോളേജിനായി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നത് വൈകുന്നത് സംബന്ധിച്ച ഇടുക്കി വിഷൻ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടുന്ന സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മൂന്നാറിൽ കണ്ടെത്തിയ സ്ഥലം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് വൈകാതെ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും MLA വ്യക്തമാക്കി. കോളേജ് പ്രവർത്തിക്കുന്ന സർക്കാർ കോളേജാണ്, ഒത്തിരിയേറെ കുട്ടികൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതിനനുയോജ്യമായിട്ടുള്ള നല്ല കെട്ടിട സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളോടുള്ള ഒരു കോളേജ് കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ സ്ഥലങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുന്നത്, പക്ഷേ ഒരു സ്ഥലത്ത് പോലും വ്യക്തമായി ഒരു 10 ഏക്കർ സ്ഥലം കണ്ടെത്താൻ നമുക്ക് സാധിക്കാതെ വന്നതോടുകൂടി ഏറ്റവും അവസാനം 2021-22 കാലഘട്ടത്തിലാണ് നമ്മൾ ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ കോളേജ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. DTPCയുടെ സ്ഥലം, CTPCയുടെ കെട്ടിടം അവർക്ക് വിട്ടുകൊടുത്തു കോളേജിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി. അതിൽ ക്ലാസ് റൂമുകളെല്ലാം തിരിക്കുന്നതിന് വേണ്ടി കുറേ പൈസ അനുവദിച്ചു. പിന്നീട് നമ്മൾ ആലോചിച്ചപ്പോൾ അവിടെ സർക്കാരിൻ്റെ സ്ഥലമുണ്ട്, അതുപോലെ DTPCയുടെ ഏകദേശം 3 ഏക്കർ സ്ഥലമുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിക്കുന്ന സ്ഥലം അവർക്ക് ഇപ്പോൾ ഏകദേശം ഒരു 18 ഏക്കറോളം സ്ഥലം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ DTPCയുടെ 3 ഏക്കർ സ്ഥലം, സർക്കാരിൻ്റെ സ്ഥലം, അതുപോലെ ബാലൻസ് വരുന്ന സ്ഥലം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സ്ഥലം കൂടെ എടുത്ത് 10 ഏക്കറിൽ നമ്മളൊരു കോളേജ് കെട്ടിടം പണിയുന്നതിന് വേണ്ടിയാണ് ഒരു തീരുമാനം നമ്മൾ കൈക്കൊണ്ടിട്ടുള്ളത്. അതനുസരിച്ച് ഏകദേശം 9 ലക്ഷം രൂപയോളം നമ്മൾ ചെലവ് ചെയ്ത് അവർക്ക് സോയിൽ ടെസ്റ്റിംഗ് നടത്തി. സോയിൽ ടെസ്റ്റിംഗ് എല്ലാം അവിടെ കെട്ടിടം പണിയാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെത്തിയതിന് ശേഷം ഇപ്പോൾ റൂസയുടെ നോംസ് വെച്ചുകൊണ്ട് 10 ഏക്കർ കിട്ടുമ്പോൾ പുതിയ കോഴ്സുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ഫിനാൻഷ്യൽ എയ്ഡെല്ലാം നമുക്ക് ലഭിക്കും. ഇപ്പോൾ സർവേ എല്ലാം പൂർത്തീകരിച്ച് ഏതൊക്കെ സ്ഥലം ഇപ്പോൾ 3 ഏക്കർ നമ്മൾ DTPCയിൽ എടുക്കുമ്പോൾ അവർക്ക് മറ്റു സ്ഥലങ്ങൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതുപോലെ സർക്കാർ സ്ഥലം ഏതൊക്കെയാണ് എടുക്കേണ്ടത്, എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിക്കുന്ന സ്ഥലം, ഒരുമിച്ച് കിടക്കുന്ന ഇങ്ങനെ 10 ഏക്കറോളം സ്ഥലം ഏതൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സർവേ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ ഫയല് തിരുവനന്തപുരത്താണ്. റവന്യൂ സെക്രട്ടറി ഈ സ്ഥലം കോളേജ് അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ട് ഉത്തരവിറങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.